കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിലെത്തി അവനുമായി വഴക്കിടുന്ന നീതുവിനോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കുകയാണ് സുധീഷ്. കാര്യങ്ങളെല്ലാം സുധീഷിനോട് തുറന്നു പറഞ്ഞ് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വേഗം ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് അർത്ഥമുണ്ടോ? വേറെന്ത് വേണമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു സുധീഷേട്ടാ എന്ന് നീതു പറയുന്നുണ്ട്. അത് കേട്ട് ഹരീഷും അങ്ങോട്ട് വന്ന് അതെ നിനക്കൊന്നും അറിയില്ല, നീ ഈ ലോകത്ത് ഇപ്പൊ പൊട്ടിമുളച്ചതാണല്ലോ എന്ന് ചോദിക്കാൻ സുധീഷും ഡാ ഹരീഷ് നീ ഒന്നും മിണ്ടാതിരുന്നേ, അവള് പറയട്ടെ എന്ന് പറഞ്ഞ് അവനെ തടയാൻ ശ്രമിക്കേ. ഇവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത്? എന്തിനാ സുഭാഷ് ഏട്ടന്റെ അടുത്ത് പോയി സംസാരിക്കുന്നത്? ആ ഒരൊറ്റ കാരണം കൊണ്ടാ സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അല്ല ഒരു വേള ആ കല്യാണം നടന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. നീതുവും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതിപ്പോ എന്നോട് ഹരീഷ് മിണ്ടാതിരിക്കുന്നത് കണ്ട ആ വിവാഹം നടന്ന് നിങ്ങളുടെ സുഭാഷ് ഏട്ടന്റെ ജീവിതം കംപ്ലീറ്റ് ക്രൂക്കഡായി എന്ന് തോന്നുവല്ലോ എന്ന് നീതു പറയുന്നത് കേൾക്ക് ഹരീഷ് വീണ്ടും ദേ കണ്ടില്ലേ സുധീഷേട്ടാ ഇവള് പറയുന്ന കേട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീയൊന്നും മിണ്ടാതിരിക്കടാ, അവള് പറയുന്നതും ശരി തന്നെയാണ്. എടാ ആ കല്യാണം അതിന് നടന്നിട്ടില്ലല്ലോ, അതും മനസ്സിൽ വെച്ചോണ്ട് നീ ഇവളെ ചീത്ത വിളിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് സുധീഷ് ചോദിക്കേ. നമ്മുടെ വീടിന്റെ അവസ്ഥ ഇവൾക്ക് മനസ്സിലാവണം, അല്ലാതെ ഇവളുടെ താളത്തിന് ആടിത്തുള്ളാൻ എന്നെ കിട്ടില്ല. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്തും ആലോചിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇവളോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് ഇവള് പോയി സുഭാഷ് ഏട്ടന്റെ അടുത്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? പറയടോ. അതെന്നോട് പറഞ്ഞുമില്ലെന്ന് ഹരീഷ് കുറ്റപ്പെടുത്തുകയാ. അത് സംബന്ധിച്ച് നീതുവും ശരി ഞാൻ തെറ്റാണ് ചെയ്തത് സമ്മതിക്കുന്നു, അതിന് ഞാൻ തൻകാര്യം നോക്കുന്നവളാണെന്നും സെൽഫിഷ് ആണെന്നും പറഞ്ഞ് ചീത്ത വിളിച്ചില്ലേ, എന്നിട്ട് നിന്റെ ദേഷ്യം അവസാനിച്ചില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സുധീഷും ഹരീഷിനോടായി എടാ ഹരീഷ് നിന്റെ ദേഷ്യം അവസാനിച്ചില്ലേ? നീ പിന്നെയും അത് തന്നെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നേ? എടാ നിനക്ക് വിളിക്കാവുന്ന മാക്സിമം ചീത്തയൊക്കെ നീ വിളിച്ചിട്ടില്ലേ? എടാ ഹരീഷെ പാവല്ലടാ, ഒന്നുമില്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരെ വന്നില്ലേ അവള്? സംസാരിച്ചെന്ന് സുധീഷ് പറയെ. എനിക്കൊന്നും പറ്റില്ലെന്ന് ഹരീഷ്. ശരി അവൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം, പക്ഷെ എന്നോട് ലവ് ഇല്ലെന്ന് അവൻ പറയണം. പറ എന്ന് നീതു പറയേ. അത് നിനക്ക് അറിഞ്ഞൂടെ നീതു? രാത്രി മുഴുവൻ നിന്നോട് ഫോണിൽ സംസാരിക്കുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? നീതു ഇവന് നിന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്, അതിലുപരി വീടിനോടും സുഭാഷ് ഏട്ടനോടും ഭയങ്കര അടുപ്പവും ഇഷ്ടവും ഒക്കെയാണ്. ഇവന് വേണ്ടി സുഭാഷ് ഏട്ടൻ സ്വന്തം ജീവിതം നശിപ്പിക്കുമെന്നുള്ള പേടി കൊണ്ട് ചെയ്തു പോയതാ. നിങ്ങൾ രണ്ടാളും കുറച്ച് പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നേ. എടാ ഹരീഷെ നിന്റെ കൈ ഇങ്ങ് തന്നെ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു നിൽപ്പാ ഹരീഷും. അവൻ ഹരീഷിന്റെ കൈ പിടിച്ചു വലിച്ചെടുത്ത് നീതുവിന്റെ കൈയും അവന്റെ കൈയും ചേർത്ത് വെച്ച് ദേ ഇനി രണ്ടുപേരും അടിയുണ്ടാക്കാതെ സുഖമായിട്ട് ജീവിക്കണം കേട്ടാ എന്ന് സുധീഷ് പറയെ. വഴക്കുണ്ടാക്കുന്നത് ഇവളല്ലേ എന്ന് ഹരീഷും. എടാ അതൊന്നും വിടടാ, ഇനി ഇതും പറഞ്ഞ് അടുത്ത വഴക്കൊന്നും വേണ്ട. അപ്പോ പറഞ്ഞ പോലെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ നിമിഷത്തോടെ അങ്ങ് തീർന്നു കേട്ടല്ലോ? ഓക്കെ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നീതു പുഞ്ചിരിയോടെ സമ്മതിക്കുകയാ. ഓക്കെ പറയടാ ഹരീഷേ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും ഹരീഷ് മുഖം കറുപ്പിച്ച് നിൽക്കുക. മൗനം സമ്മതം എന്ന് പുഞ്ചിരിയോടെ സുധീഷ് പറയുമ്പോഴാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ മൊബൈൽ എടുത്തു നോക്കി ആ കോൾ കട്ട് ചെയ്ത് അതെ എനിക്കൊരു ഓട്ടം ഉണ്ട്, നിങ്ങൾ ജോളിയായിട്ട് ചില്ലായിട്ട് ഇരിക്കുന്നേ, ഞാൻ പോവുക ബൈ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. അവൻ കാറിലേക്ക് കയറാൻ തുടങ്ങുന്നേരം വീണ്ടും അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് കണ്ട് അവൻ എടുത്തു നോക്കുമ്പോൾ ഗായത്രി ആയിരുന്നു. ഈ ശല്യം നിർത്തുന്നുമില്ലല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാ എന്ന് സുധീഷ് ചോദിക്കേ. അത് നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് ഗായത്രി. ശരി വരാമെന്ന് അവൻ സമ്മതിക്കേ. താൻ ലൊക്കേഷൻ അയക്കാമെന്ന് ഗായത്രിയും സന്തോഷത്തോടു കൂടി പറയുകയാ. സുധീഷ് കാറുമെടുത്ത് പോവുകയാ. യാത്രക്കിടയിൽ അവൻ പറയുന്നുണ്ട് ഷോ ഇത് വല്ലാത്തൊരു കുരുക്കായല്ലോ, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാന്ന് വെച്ചാ കഷ്ടമാ. പിന്നെ വിളിച്ച സ്ഥിതിക്ക് പറയാനുള്ളതൊക്കെ ഫോണിലൂടെ അങ്ങോട്ട് പറഞ്ഞൂടെ, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പിറുപിറുത്തവൻ ഗായത്രി അറിയിച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാ. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഗായത്രി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. സുധീഷ് വണ്ടി നിർത്തി അവളുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹായ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ എത്ര സമയമായി നോക്കി നിൽക്കുന്നു എന്നറിയോ, എത്ര നേരമായി വരാന്ന് പറഞ്ഞിട്ട് എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അയ്യോ താങ്കൾ വരാൻ വൈകുമെന്ന് വിചാരിച്ചു എന്ന് സുധീഷ് പറയുന്നത് കേൾക്ക്. താങ്കളോ എന്നവൾ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അതൊരു റെസ്പെക്റ്റിന് എന്ന് സുധീഷ് പറയേ. അയ്യേ അതൊന്നും വേണ്ട, എന്നെ എടി പൊടിയെന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടമെന്ന് ഗായത്രിയും. അയ്യോ എനിക്കങ്ങനെ പെൺപിള്ളേരെ വിളിച്ച് ശീലമില്ല എന്ന് സുധീഷ് പറയേ. ഓക്കെ നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് ഗായത്രി ചോദിക്കുക. എവിടെ എന്ന് സുധീഷ് അമ്പരപ്പോടെ ചോദിക്കേ. ചുമ്മാ ഒരു കോഫി കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാം എന്ന് ഗായത്രി ചോദിക്കേ. അല്ല എനിക്കിപ്പോ ജോലി ഉണ്ടെന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, എവിടെയെങ്കിലും കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാന്നേ എന്ന് ഗായത്രിയും. ജോലി ഉള്ളത് കൊണ്ടാണല്ലോ, പറയാനുള്ളത് എന്തോ അർജന്റ് കാര്യമാണെന്ന് കരുതിയാ ഞാൻ വന്നത് എന്നവൻ പറയേ. സുധീഷ് എന്താ ഇങ്ങനെ എന്ന് ഗായത്രിയും ചോദിക്കുക. എങ്ങനെ എന്ന സുധീഷിന്റെ ചോദ്യത്തിന് മറുപടിയായി ഫോണിൽ സംസാരിക്കുമ്പോ എന്ത് സീറ്റാ, നേരിട്ട് കാണുമ്പോ ഒരുമാതിരി ഫോർമല് എന്ന് ഗായത്രിയും. അല്ല എനിക്ക് ഈ പെൺകുട്ടികളോടധികം ഒറ്റയ്ക്ക് സംസാരിച്ച് ശീലമില്ല, അതുകൊണ്ടാണെന്ന് സുധീഷ് പറയേ. അപ്പോ എന്നെ എവിടേക്കും കൂട്ടിക്കൊണ്ട് പോവില്ല അല്ലേ എന്ന് ഗായത്രിയും ചോദിക്കുക. അല്ല അത് എന്ന് പറഞ്ഞ സുധീഷ് പരുങ്ങലോടെ നിൽക്കേ. ഇന്നെന്താ ദിവസം എന്നറിയോ
എന്നവൾ ചോദിക്കേ ഇന്ന് ബുധനാഴ്ചയല്ലേ എന്ന് സുധീഷും. അതല്ല ഇന്ന് എന്റെ ബർത്ത്ഡേയാ എന്ന് ഗായത്രി പറയുന്നവൾക്ക് ഓ ആണോ കൊള്ളാം എന്ന് സുധീഷ്. ഇന്നാണ് ബർത്ത്ഡേ എന്ന് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നേനെ അല്ലേ എന്നവൾ ചോദിക്കുന്നുണ്ട്. ആ പിന്നെ ഉറപ്പായിട്ടും. എനിവേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്നവൻ ചിരിയോടെ പറയെ ഒന്ന് കൈ തന്നിട്ട് വിഷ് ചെയ്തൂടെ എന്ന് ഗായത്രിയും. അത് കേട്ടവൻ അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുകയാ. സന്തോഷത്തോടെ താങ്ക് യു പറഞ്ഞ അവളും ശരി പുറത്തേക്ക് കൊണ്ടുപോകണ്ട, അറ്റ്ലീസ്റ്റ് എന്നെ എന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാവോ എന്നവൾ ചോദിക്കേ ആ അതിനെന്താ കയറിക്കോ പോവാമെന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കേ. ഗായത്രിയും അവന്റെ കൂടെ കാറിലേക്ക് കയറുകയാ. കാറിൽ ഒന്നിച്ചുള്ള യാത്രയിൽ സുധീഷിനെ പുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ് ഗായത്രി. അവൾ സുധീഷിനോടായി പറയുന്നുണ്ട് ഇന്ന് ഈവനിങ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിലേക്ക് വരും, ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി, സുധീഷ് വരുമോ എന്നവൾ ചോദിക്കേ ഇന്നോ എന്ന് സുധീഷും. ബർത്ത്ഡേയുടെ എന്നല്ലേ ബർത്ത്ഡേ പാർട്ടി നടത്തുക, വെറുതെ വാ കുറച്ചു നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവാം, ഫ്രണ്ട്സ് ഒക്കെ വരും, പ്ലീസ് അതുമാത്രം പറ്റില്ല എന്ന് പറയരുത് എന്നവൾ റിക്വസ്റ്റ് ചെയ്യേ. ശരി വരാമെന്ന് സുധീഷും സമ്മതിക്കുക. അത് കേൾക്കെ ഗായത്രിക്കും സന്തോഷമാവുകയാ. ഗായത്രി വീണ്ടും പറയുന്നുണ്ട് ഞാൻ സുധീഷിനെ പറ്റി ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത് എന്നവൾ പറയുന്നത് കേൾക്കെ. എന്ത് എന്ന് സുധീഷും. ഒട്ടും സംസാരിക്കുന്നില്ലല്ലോ എന്നവൾ പറയേ. ഞാൻ അങ്ങനെയാ, വീട്ടിൽ ഏറ്റവും സൈലന്റ് ഞാനാ, ഇൻട്രോവേർട്ട് ആണ് എന്നവൻ പറയേ. അത് വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്ന് അവളും. ഇനി പറ്റണം ആണ് എന്ന് സുധീഷും പുഞ്ചിരിയോടെ പറയുക. തന്റെ വീടിനടുത്ത് തറാവുമ്പോഴേക്കും ദോ അവിടെ നിർത്തിയാ മതിയെന്ന് ഗായത്രി പറയുന്നു. അവൻ വണ്ടി നിർത്തുമ്പോഴേക്കും താങ്ക്സ്, വൈകിട്ട് ഞാൻ കാത്തിരിക്കും വരണമെന്ന് അവൾ പറയേ. വരാമെന്ന് സുധീഷും സമ്മതിക്കുക. ഗായത്രിയും കാറിൽ നിന്നിറങ്ങി ബൈ പറഞ്ഞു പോകുമ്പോഴേക്കും അവൾ പോകുന്നത് നോക്കി ആശ്വാസത്തോടെ നെടുവീർപ്പിടുകയാണ് സുധീഷും. പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയ സുധീഷ് നികേഷുമൊത്ത് ഹാളിലിരുന്ന് ഓൺലൈൻ ഗെയിം കളിക്കുക. ഓഫീസ് കഴിഞ്ഞെത്തിയ നിധി കാണുന്നത് മൊബൈലിൽ ഗെയിം കളിക്കുന്ന സുധീഷിനെയും നികേഷിനെയുമാണ്. അവർ കളിക്കുന്നത് നോക്കി നിൽപ്പാ നിധിയും. കളി കഴിഞ്ഞ് തോൽക്കുമ്പോഴേക്കും അവർ രണ്ടും വഴക്കിടുമ്പോഴാണ് നികേഷ് അവരെ നോക്കി നിൽക്കുന്ന നിധിയെ കാണുന്നത്. അവൻ സുധീഷിനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിധി എവിടെ നിൽക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. അവളെ കണ്ട് ചിരിയോടെ സുധീഷും നവംബറിലെ ഒരു പുതിയ ഗെയിം വരുന്നുണ്ട്, അതിനു മുമ്പ് ഒരു പ്ലേ സ്റ്റേഷൻ വാങ്ങുന്നതാ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാമെന്ന് കരുതി അല്ലേ നികേഷേ എന്നവൻ നികേഷിനോടായി പറയുകയാ. അത് കേട്ട നിധിയും അതിനു മുമ്പേ കുടിച്ച് വെള്ളം അടച്ചു വെക്കാൻ പഠിക്കണം എന്നവൾ പറയുമ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന തുറന്നു വെച്ച ബോട്ടിൽ അവർ ശ്രദ്ധിക്കുന്നത്. സുധീഷ് അടയ്ക്കാൻ പോകുമ്പോഴേക്കും നിധി ഓടി വന്ന് വെള്ളം കുടിച്ച് അടച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതിനുള്ളിൽ എന്തെങ്കിലും വീണിട്ട് അതും ചത്തു കുടിക്കണോ എന്ന് ചോദിച്ച് അവൾ ആ ബോട്ടിൽ അടയ്ക്കുകയാണ്. മനുഷ്യർക്ക് മാത്രമല്ലല്ലോ പ്രാണികൾക്കും വെള്ളം കുടിക്കണ്ടേ, അതുകൊണ്ട് തുറന്നു വെച്ചതാണെന്ന് സുധീഷും പറയുന്നുണ്ട്. ഓ ഈ നാക്കില്ലായിരുന്നെങ്കിലേ കാക്ക കൊത്തിയേനെ എന്ന് നിധിയും. കൊത്താൻ വേറെ ആളുണ്ടല്ലോ എന്നവനും ചിരിയോടെ പറയുന്നു. അത് കേട്ട് നിധി ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും അല്ല നിധിക്ക് കാപ്പി വേണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്താ വേണമെങ്കിൽ നിങ്ങൾ കാപ്പി ഇടോ എന്ന് നിധിയും. അല്ല അതല്ല നിധിക്ക് ഇടാൻ പോവുകയാണെങ്കിലേ എനിക്കൂടി ഇടാൻ വേണ്ടി പറയാനാ എന്നവൻ ചിരിയോടെ പറയേ. എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ എന്ന് നിധിയും. അപ്പോഴാണ് അവൾ ആ കോഫിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നേ ഷിങ്സോ കോഫി കുടിക്കാനേ ഒരു ക്ഷണമുണ്ടായിരുന്നു എന്നവൾ സന്തോഷത്തോടെ പറയേ. ഷിങ്സോ കോഫിയോ അതെന്താ അത് എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. ഒരു പ്രത്യേക തരം കോഫിയാടാ, ബീച്ച് സൈഡിൽ ഒരു കോഫി ഹബ് ഉണ്ട് അവിടേക്ക് എന്ന് നിധി പുഞ്ചിരിയോടെ പറയേ. കോഫി ഹബ്ബ് അത് നമ്മുടെ ഈ കപ്പിൾസ് ഒക്കെ പോകുന്ന സ്ഥലമാണല്ലോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. എന്താ എനിക്ക് പോയിക്കൂടെ എന്ന് നിധി ചോദിക്കേ. എന്നിട്ട് പോയോ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. പറ്റിയില്ലടാ വേറൊരു ദിവസം പോണമെന്ന് നിധി നിരാശയോടെ പറയുന്നുണ്ട്. ആ ഷോപ്പിന്റെ കാര്യം ആരാ പറഞ്ഞതെന്ന് സുധീഷ് ചോദിക്കേ. എന്റെ ബോസ് സിദ്ധാർത്ഥ്. ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഗംഭീരമായി അവതരിപ്പിച്ചു, അതിന്റെ അപ്രീസിയേഷൻ ആയിട്ടാ എന്നെ സിദ്ധാർത്ഥ് കോഫി കുടിക്കാൻ വിളിച്ചത് എന്നവൾ പുഞ്ചിരിയോടെ പറയേ. വൃത്തികെട്ടവൻ എന്ന് സുധീഷും പിറവിറുക്കുകയാണ്. അത് കേൾക്കുന്ന നിധിയും എന്ത് എന്ന് ചോദിക്കേ. അല്ലാതെ പിന്നെ ഏൽപ്പിച്ച ജോലി വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളത് ഒരു തൊഴിലാളിയുടെ കടമയാണ്, അത് വൃത്തിയായിട്ട് തന്നെ നിധി ചെയ്തു, അതിന് കൺഗ്രസ് പറയുന്നതൊക്കെ മനസ്സിലാക്കാം, അല്ലാതെ ആരെങ്കിലും കോഫി കുടിക്കാൻ കൊണ്ടുപോവോ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. കോഫി കുടിക്കാനല്ലേ ക്ഷണിച്ചത്, അതിനെന്താന്ന് നിധിയും. നിധി അവൻ വളയ്ക്കാൻ നോക്കുന്നതാണെന്ന് സുധീഷ് പറയേ. ഛേ ബസ് സ്റ്റോപ്പിൽ കണ്ട പെണ്ണുങ്ങളോട് കാണിക്കുന്ന സ്വഭാവമില്ലേ, അത് ഞങ്ങളുടെ ബോസിനല്ലെന്ന് നിധി പറയുന്നുണ്ട്. ഓ എന്തു പറ്റി, ബോസിന് പറയുമ്പോ അങ്ങ് ദേഷ്യം വരുന്നുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു കോർപ്പറേറ്റ് കൾച്ചർ ആവുമ്പോ അതൊക്കെ ഉണ്ടാവും, അതിന് അങ്ങനെയിടത്ത് ജോലി ചെയ്തിട്ട് വേണ്ടേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്ത് കോർപ്പറേറ്റ് കൾച്ചർ എന്നാ, 4 ചെയറും 3-4 മേശയും കുറച്ച് കമ്പ്യൂട്ടറും അങ്ങ് വെച്ചു കഴിഞ്ഞാലേ അതൊരു കോർപ്പറേറ്റ് കൾച്ചർ ആവുമെന്നാണോ, ഒരു കമ്പ്യൂട്ടർ സെന്റർ പോലെ എന്ന് സുധീഷ് പരിഹസിക്കേ. ദേ എന്റെ ജോലിയെ പറ്റി പറയരുത്, അത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാ എന്ന് നിധിയും പറയുന്നുണ്ട്. ഓ പിന്നെ കഷ്ടപ്പാട്, ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു എന്ന് പുച്ഛത്തോടെ സുധീഷും പറയുന്നു. അത് കേട്ട് നിധിയും സിദ്ധാർത്ഥ് വിളിച്ചപ്പോ കോഫി കുടിക്കാൻ പോയാൽ മതിയായിരുന്നു എന്ന് പിറുവിറുക്കുന്നുണ്ട്. അത് കേട്ട് സുധീഷും പരിഹാസത്തോടെ എന്തേ ഇയാളെ മാത്രമേ കോഫി കുടിക്കാൻ ആളുകൾ വിളിക്കുള്ളൂ എന്ന് വിചാരിച്ചോ, എന്നെ ആരും വിളിക്കില്ലെന്നാണോ വിചാരം, എനിക്ക് എന്റെ ഗായുണ്ട് മാഡം, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കുറച്ചു നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പോവാ, ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നവൻ പറയുന്നത് കേൾക്കെ. വീട്ടിലേക്കോ എന്തിന് എന്ന് അമ്പരപ്പോടെ നികേഷൻ ചോദിക്കുക. ഇന്നേ അവളുടെ ബർത്ത്ഡേയാ, കൂട്ടുകാർക്കൊപ്പം അവൾ എന്നെയും വിളിച്ചിട്ടുണ്ട്,
ആസ് എ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് സുധീഷ് പറയുന്നവൾക്ക് നിധി മുഖം വെറുപ്പിച്ച് നിൽക്കുക. അയ്യോ, സംസാരിച്ചിരുന്ന നേരം പോയി, ബർത്ത്ഡേക്ക് പോവാൻ സമയമായി, അപ്പൊ ഞാൻ പോട്ടെ, ബായ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയ സുധീഷ് വീണ്ടും വന്ന് തന്റെ മൊബൈൽ എടുത്ത് അവളെങ്ങാനും വിളിച്ചാലോ എന്ന് പറഞ്ഞ് അതുമായി റൂമിലേക്ക് പോവുകയാണ്. ദേഷ്യത്തോടെ നിൽക്കുന്ന നിധിയെ നോക്കി വെറുതെ ചൂട് പിടിപ്പിക്കാനാവും മേടത്തി, എങ്ങോട്ട് പോകുന്നുണ്ടാവില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. അയാൾ എവിടേക്ക് പോയാലും എനിക്കെന്താ എന്ന് പറഞ്ഞ് നിധിയും തന്റെ റൂമിലേക്ക് പോവുകയാണ്. നികേഷ് വീണ്ടും മൊബൈലിൽ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിധി കിച്ചണിലേക്ക് ചായ ഉണ്ടാക്കാനായി പോവുകയാണ്. അപ്പോഴാണ് സുധീഷ് കുറെ ഷർട്ടുമായി അങ്ങോട്ട് വന്ന് എടാ അവൾ എവിടെ എന്ന് നികേഷിനോടായി ചോദിക്കുന്നു. അകത്തേക്ക് പോയി എന്ന് നികേഷ് പറയുന്നവൾക്ക് സുധീഷും ഉച്ചത്തിൽ എടാ നികേഷേ, ഈ ഷർട്ടിൽ ഏതാടാ കൊള്ളാവുന്നത്, ഇത് മതിയോ അതോ ഇത് വേണോ, ഇതൊക്കെയാണോടാ എന്നൊക്കെ തന്റെ കയ്യിൽ തൂക്കിയിട്ടിരിക്കുന്ന ഷർട്ട് ചൂണ്ടി ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് നികേഷും ചോദിക്കുക. അത് കേട്ട സുധീഷും ഉച്ചത്തിൽ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറയുന്നുണ്ട്, നിനക്ക് അസൂയാടാ, ഗായുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ പങ്കെടുക്കാൻ പോകുന്നതിന്റെ അസൂയ എന്ന് വിളിച്ചു പറയുന്നവൾക്ക് ഓ കഷ്ടം എന്ന് നികേഷും പറയുന്നുണ്ട്. പോടാ എന്ന് അവനോടായി പറഞ്ഞ് അതിൽ നിന്നൊരു ഷർട്ട് സെലക്ട് ചെയ്ത് ഇതിടാമെന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോവുകയാണ്. നിധി അപ്പോഴേക്കും 3 ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒന്ന് നികേഷിന് കൊടുത്ത് ഒന്ന് ടേബിളിൽ വെച്ച് ഒരു ചായയുമായി ചെയറിലേക്ക് പോയിരുന്ന് കുടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഡ്രസ് ചേഞ്ച് ചെയ്ത് സുധീഷ് അങ്ങോട്ട് വന്ന് നിധിയെ ഒന്ന് ശ്രദ്ധിച്ച് പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം എന്ന പാട്ടും പാടിക്കൊണ്ട് അവിടെ നിന്ന് പാട്ടും പാടി ഡാൻസ് കളിച്ച് പെർഫ്യൂം എടുത്ത് നിർത്താതെ അടിക്കുമ്പോഴേക്കും അതിന്റെ മണം നിധിക്ക് അസഹനീയമായി തോന്നുകയാ. അവനത് നികേഷിന്റെ ദേഹത്തേക്കും അടിച്ച് ടേബിളിൽ വെക്കുമ്പോഴേക്കും എന്റെ സുധീഷേട്ടാ, കൊതുകിന് മരുന്നടിക്കുന്ന പോലെയല്ല ഇതടിക്കേണ്ടത് എന്നവൻ പറയേ ഈ മണം പെൺകുട്ടികൾക്ക് വലിയ ഇഷ്ടാടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. പക്ഷെ ഏട്ടത്തിക്ക് ശ്വാസം മുട്ടുവാണല്ലോ എന്ന് നികേഷ് ചോദിക്കേ ഞാൻ അതിനെ പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് സുധീഷും പറയുന്നുണ്ട്. ദേ ചൂട് ചായ എടുത്ത് ഞാൻ മുഖത്തൊഴിക്കും കേട്ടല്ലോ എന്ന് ദേഷ്യത്തോടെ നിധി പറയേ. കേട്ടല്ലോ, ചായ കുടിച്ചോളൂ എന്ന് നികേഷും പറയുന്നുണ്ട് സുധീഷിനോട്. ഓ വേണ്ട, ഈ ചായയൊക്കെ ആർക്ക് വേണമെന്നേ, അവിടെ ഗായു ബർത്ത്ഡേ കേക്കും വെറൈറ്റി ജ്യൂസും ഒക്കെയായി എന്നെ കാത്തിരിക്കല്ലേ, എന്ന് പിന്നെ ബൈ ഞാൻ അങ്ങോട്ട് എന്ന് നികേഷിനോടായി പറഞ്ഞ് നിധിയുടെ അരികിലേക്ക് ചെന്ന് എക്സ്ക്യൂസ് മീ നിധി, പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കേ. നിങ്ങൾ എവിടെ പോയാ എനിക്കെന്താ എന്ന് പറഞ്ഞ നിധി ദേഷ്യത്തോടെ എഴുന്നേറ്റ് തന്റെ റൂമിലേക്ക് പോവുകയാണ്. അവൾ പോകുന്നതും നോക്കി സുധീഷ് സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും ഇത് ചളമാവുന്ന ലക്ഷണമുണ്ടേ, പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞ് നികേഷും റൂമിലേക്ക് പോവുകയാണ്. ഇരുട്ടി തുടങ്ങുമ്പോഴേക്കും ഗായത്രിയുടെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനായി അവളുടെ ഫ്രണ്ട്സ് എല്ലാം എത്തിയിരുന്നു. സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി അവളും സുധീഷ് വരുന്നതും കാത്തു നിൽപ്പാ. അവൾ പുറത്തേക്ക് നോക്കി നിൽക്കണ കണ്ട് നീ ആരെ ഈ നോക്കുന്നേ എന്നവളുടെ ഫ്രണ്ടും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവളെ നോക്കി പുഞ്ചിരിയോടെ പറയാമെന്ന് പറഞ്ഞ് ഗായത്രി പുറത്തേക്ക് നോക്കി സുധീഷിനെയും പ്രതീക്ഷിച്ച് നിൽപ്പാ. സുധീഷും അവൾ അയച്ചു കൊടുത്ത ലൊക്കേഷനിലെത്തി. ലൊക്കേഷൻ കറക്റ്റാ, പക്ഷെ വീട് ഏതായിരിക്കും, ഇതാണോ അതാണോ എന്ന് റോഡിൽ തന്റെ ബൈക്ക് നിർത്തി സംശയത്തോടെ നോക്കി. വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് തന്റെ മൊബൈൽ എടുത്ത് ഗായത്രി വിളിക്കുകയാ. ഗായത്രി കോൾ എടുക്കുമ്പോഴേക്കും ഹലോ, ദേ ഞാൻ പറഞ്ഞ ലൊക്കേഷനിലെത്തി, പക്ഷേ വീട് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് കേൾക്കെ ഗായത്രിയും സന്തോഷത്തോടെ ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. സിറ്റൗട്ടിലെത്തുന്ന അവൾ റോഡിൽ നിൽക്കുന്ന സുധീഷിനെ കണ്ട് സുധീഷേ എന്ന് കൈകാട്ടി വിളിക്കുമ്പോൾ സുധീഷ് തന്റെ ബൈക്കുമായി അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാ. അവളും സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അവന്റെ കയ്യിൽ കൊരുത്തു പിടിച്ച് വാ ഇതാ വീട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. വിട്ടെ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും ഇങ്ങ് വന്നേ, എത്ര നേരമായി കാത്തിരിക്കുന്നു ഞാൻ, വാ എന്ന് വിളിച്ച് അവളുടെ കയ്യിൽ കൊരുത്തു പിടിച്ച് അവൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവനെ തന്റെ ഫ്രണ്ട്സിന്റെ അരിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കൈ ചേർത്ത് പിടിച്ച് ആരെയാണ് നോക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ, ദേ ഇയാളെ മനസ്സിലായില്ല, ഇതാണ് ഞാൻ പറയാറുള്ള സുധീഷ്, എന്റെ ബോയ് ഫ്രണ്ട് എന്നവൾ സന്തോഷത്തോടെ പറയുന്നതുകൾക്ക് അവളുടെ ഫ്രണ്ട്സ് എല്ലാം സുധീഷിനെ ഷെയ്ക്കാൻഡ് നൽകി ഹായ് പറയുകയാ. സുധീഷും പരിഭ്രമത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്, അബദ്ധമായിന്ന് തോന്നുന്നല്ലോ ഭഗവാനെ, ഏതു നേരത്താണാവോ വരാൻ തോന്നിയതെന്ന്. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നവളുടെ ഒരു ഫ്രണ്ട് ചോദിക്കേ. സുധീഷ് ഡ്രൈവറാ, നല്ല സ്റ്റൈലൻ ഡ്രൈവർ, അതിനേക്കാൾ ഉപരി നല്ലൊരു ലിസണറാ, നല്ല ഫണ്ണായിട്ടുള്ള ഒരാളാ. സുധീഷിനോട് സംസാരിച്ചിരുന്ന നേരം പോകുന്നതേ അറിയില്ല, നമ്മുടെ പാതി പ്രശ്നം അപ്പൊ തന്നെ അങ്ങ് മാറിക്കിട്ടും എന്നവന്റെ കൈ ചേർത്ത് പിടിച്ച് ഗായത്രി പറയുകയാ. ഗായത്രി അപ്പൊ ചടങ്ങ് തുടങ്ങിയാലോ എന്നവളുടെ ഒരു ഫ്രണ്ട് ചോദിക്കേ. തുടങ്ങിയാലോ എന്നവൾ സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. എന്ത് എന്ന് സുധീഷ് ചോദിക്കേ. കേക്ക് കട്ട് ചെയ്യാൻ എന്ന് ഗായത്രിയും. അല്ല, അതിന് ബർത്ത്ഡേ ഗായത്രിയുടേതല്ലേ എന്നവൻ ചോദിക്കേ. ഈ ബർത്ത്ഡേക്ക് നമ്മൾ ഒരുമിച്ചാ കേക്ക് കട്ട് ചെയ്യുന്നത് എന്നവൾ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സ് കേക്ക് കൊണ്ടുവരികയാ. ഗായത്രി അവനോടായി കട്ട് ചെയ്യാം എന്ന് ചോദിക്കേ. അതിനാദ്യം എന്റെ കൈ വിട്ടാലല്ലേ പറ്റൂ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അവളുടെ ഒരു ഫ്രണ്ടും ഇങ്ങനെ പിടിച്ചു വെക്കാതടി, നിന്റെ കാമുകം പറന്നു പോകത്തൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കേ. പോടാ എന്ന് ഗായത്രിയും പറയുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യ് ഗായത്രി എന്നവളുടെ ഫ്രണ്ട് പറയുമ്പോഴേക്കും അവൾ അവന്റെ കയ്യിലെ പിടിവിട്ട് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാ. സുധീഷ് പിന്നിലേക്ക് മാറി നിൽക്കുമ്പോഴേക്കും ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് സുധീഷേ എന്നവൾ പറയുന്നുണ്ടെങ്കിലും സുധീഷ് പരുങ്ങലോടെ നിൽക്കണാണ്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കേട്ടാ, അവൾ ഹാപ്പി ആവട്ടെ
എന്ന് പറഞ്ഞ് അവളുടെ ഒരു ഫ്രണ്ട് അവനെ അങ്ങോട്ട് നീക്കി നിർത്തുകയാണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോഴേക്കും ഗായത്രിയും സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്ത് ഒരു പീസ് എടുത്ത് ആദ്യം തന്നെ സുധീഷിന് നേരെ നീട്ടുകയാ. സുധീഷും പരുങ്ങളോട് ഇവർക്കെല്ലാം കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വാ സുധീഷെ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുകയാണ് ഗായത്രി. ഇനി എനിക്കിതാ എന്നവൾ പറയേ അവൻ ആ കേക്കിൽ നിന്ന് കുറച്ചെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുകയാ. കുറച്ച് കേക്ക് എടുത്ത് അവളുടെ കവിളിൽ തേക്ക് ബ്രോ എന്നവളുടെ ഒരു ഫ്രണ്ട് വിളിച്ചു പറയേ അയ്യോ അതൊന്നും വേണ്ട എന്നവൻ പറയുന്നുണ്ടെങ്കിലും ഒരു രസമല്ലേ ആയിക്കോട്ടെ എന്ന് ഗായത്രിയും പറയുന്നുണ്ട്. ഏയ് വേണ്ട ഗായത്രി, ഇതൊക്കെ മുഖത്ത് തേച്ചാ മേക്കപ്പ് ഒക്കെ പോവില്ലേ എന്നവൻ ചോദിക്കുന്നത് കേൾക്കെ ഓ വാട്ട് എ കൺസേൺ എന്നവളുടെ ഒരു ഫ്രണ്ടും വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷ് പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴാണ് അല്ല എനിക്കുള്ള ഗിഫ്റ്റ് എവിടെയെന്ന് ഗായത്രി ചോദിക്കുന്നത്. അപ്പോഴാണ് ഗിഫ്റ്റിന്റെ കാര്യം സുധീഷിന് ഓർമ്മ വരുന്നത്. അവൻ വീണ്ടും ഒരു പരുങ്ങളോടെ നിൽക്കുമ്പോഴേക്കും എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്നവൾ ചോദിക്കുന്നുണ്ട്. അയ്യേ ഗിഫ്റ്റ് ഇല്ലാതെയാണോ വരുന്നത് എന്നവളുടെ ഒരു ഫ്രണ്ട് ചോദിക്കുക. എന്താ ഗായത്രി നിന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റും ഇല്ലാതെയാണോ പുള്ളിക്കാരൻ വന്നതെന്ന് വേറൊരു ഫ്രണ്ടും ചോദിക്കും. ആകെ പെട്ടുപോയ സുധീഷും പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു ബൊക്കയിൽ നിന്നും ഒരു റോസ് എടുത്ത് അവളുടെ നേരെ നീട്ടി ഹാപ്പി ബർത്ത്ഡേ ഗായത്രി എന്ന് പറയുമ്പോഴേക്കും അവൾ സന്തോഷത്തോടെ അത് വാങ്ങി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇത്, പ്രേമിക്കുന്നവർക്ക് കൊടുക്കാനേ പനിനീർ പൂവിലും വലിയ സമ്മാനമുണ്ടോ എന്നവൾ ചോദിക്കുന്നവൾക്ക് ഞെട്ടലോടെ സുധീഷും അയ്യോ ഇതിന് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട്, നാശം എന്റെ ഒരു കാര്യം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ എന്ന് മനസ്സിൽ പറഞ്ഞ് പരിഭ്രമത്തോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.